ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ കണ്ടല്ലോ, പൊറോട്ടയും ചില്ലി ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 3/4 കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ അതും ചേർത്ത് നമ്മുടെ തണുത്ത വെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് കേട്ടോ. ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ എല്ലാം കുഴച്ച് നല്ല സെറ്റായതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ മുകളിൽ തടകി വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞാൻ കുഴച്ച് വെച്ചാണ്. വൈകുന്നേരം ഒരു 3 മണിക്ക് കുഴച്ച് വെച്ചത്. 5 മണിയായപ്പോഴാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു നനഞ്ഞ തോർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒന്ന് കുതിരട്ടെ അവിടെ ഇരുന്ന്. സത്യം പറഞ്ഞാൽ കുഴച്ച് വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. മുട്ടയൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇത് ഞാൻ കുറേ നാളായി സത്യം പറഞ്ഞ പൊറോട്ട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ഓരോരോ ബോൾ, ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ബോളുകളുടെ വലിപ്പമൊന്നും ഒരേ രീതിയിലൊന്നും അല്ല കേട്ടോ, പല പല വലിപ്പത്തിലായിരുന്നു. എന്നിട്ട് കൈ വെച്ച് നമ്മുടെ ഈ വെള്ളയില്ലേ ആ ഭാഗം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഇച്ചിരി എണ്ണ തൂത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിപ്പം, ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു വലിപ്പമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ലെഫ്റ്റ് കൈ വെച്ചിട്ടും റൈറ്റ് കൈ കൊണ്ട് വേണ്ട പിടിച്ചിട്ട് നമ്മളത് അടിക്കണം കേട്ടോ. അടിക്കാൻ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ട് എങ്കിൽ നമ്മളെന്താ പറയുക, നമ്മുടെ ചപ്പാത്തിയുടെ ഇതില്ലേ റോളർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നല്ല കട്ടി കുറച്ച് പരത്തി എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചുറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ അടിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഞാനിപ്പോൾ ഒത്തിരി നാളായി എന്ന് പറഞ്ഞാൽ 1 വർഷത്തോളമായി ഞാൻ പൊറോട്ട ഉണ്ടാക്കിയിട്ട്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ ഗ്യാപ്പായി കേട്ടോ. എങ്കിലും സംഭവം സെറ്റായിരുന്നു, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സോഡാപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇങ്ങനെയാണ് അടിക്കേണ്ടത് കേട്ടോ. അടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പൊട്ടിപ്പോകത്തൊന്നുമില്ല. അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പൊട്ടാതെ നല്ല ഇതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അഥവാ ഞാൻ പറഞ്ഞില്ലേ, അടിക്കാൻ അറിയാൻ വയ്യ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല രീതിയിൽ നല്ല കട്ടി കുറച്ച് പരത്തിയെടുത്താൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് വേണം. അപ്പോൾ ഞാനത് കുഴച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റോൾ ചെയ്ത് എടുക്കുക ചെയ്തു. പിന്നെ എല്ലാം കട്ടി കുറച്ച് നല്ലോണം അടിച്ചതിന് ശേഷം അതിങ്ങനെ ഓരോരോ പീസുകളാക്കി എടുത്തിട്ട് നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. കയ്യിൽ വെച്ച് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഇതായിട്ട് ചുറ്റി ഇങ്ങനെ കയ്യിൽ ചുറ്റി ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചുറ്റുന്നത്. ചുറ്റിയിട്ട് വീണ്ടും നമ്മൾ എണ്ണ തൂത്തിട്ട് വെക്കുക. എണ്ണ നന്നായിട്ട് വേണം. ഈ പൊറോട്ട അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ, ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റുന്ന സംഭവമൊന്നും അല്ല. പിന്നെ നമുക്ക് കുറേ നാളായി കഴിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സോഡാപ്പൊടി ഒന്നും ചേർത്ത് ഉണ്ടാക്കുന്നതല്ല, മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ സോഡാപ്പൊടി ചേർത്ത് വെച്ച് ഇവിടെ തണുപ്പായിരുന്നു. ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടാണ്. സാധാരണ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നതെങ്കിലും ഞാനിത് സത്യം പറഞ്ഞാൽ എല്ലോടുകൂടി തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന സംഭവം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മൾ നാരങ്ങയുടെ നീര്. ഓക്കെ, ഇതിലും ഞാൻ മുട്ട ചേർക്കുന്നില്ല കേട്ടോ. നേരത്തെ ഞാൻ ചേർത്തതിൻ്റെ അകത്ത് ചില്ലി ചിക്കൻ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതിൽ മുട്ട ഞാൻ ചേർക്കുന്നില്ല. സത്യം പറഞ്ഞാൽ മുട്ടയില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഉള്ളത് പറയാമല്ലോ, മുട്ട ഉണ്ടായിരുന്നില്ല. പൊറോട്ട ഉണ്ടാക്കാനും മുട്ട ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അടിപൊളി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്തിരിക്കുന്നത് ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി, നല്ല വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 30 മിനിറ്റോളം വെച്ചേക്കുക. മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവട്ടെ, അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ വേണമെങ്കിൽ എടുക്കാം. ചില്ലി ചിക്കൻ അല്ലേ, അപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്തു. അത് അവിടെ വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്ക് അതിനുള്ള സവാള എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ചില്ലി ചിക്കൻ ഏകദേശം ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ പൊറോട്ടയും ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും, കേരളക്കാരുടെയും എന്നല്ല, എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണല്ലേ. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ എങ്ങനെ വൃത്തിയില്ലാത്തടത്തുനിന്നൊക്കെ ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 ക്യാപ്സിക്കും ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പിടിച്ച് സെറ്റായി കോരിയിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. വറക്കുന്നതൊക്കെ ഇനിയിപ്പോൾ എന്ത് കാണിക്കാനാണ്. അപ്പോൾ ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, നല്ല ഒരു 10-15 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായ ഉടനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സവാളയും 2 ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ അതും വേണ്ടതാണ് ചില്ലി ചിക്കന്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസുകളാണ് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് എടുത്ത് സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എല്ലാം 2 ടേബിൾ സ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അളവൊന്നും തെറ്റണ്ട കേട്ടോ. ചിക്കൻ ഏകദേശം 1 കിലോയുടെ അടുത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറിക്കൊള്ളട്ടെ. അതുവരെ നമുക്ക് ഒരുപാട് ഈ പച്ചക്കറികളൊന്നും ഇട്ട് വാട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ചില്ലി ചിക്കനൊക്കെ ആകുമ്പോൾ അതിലൊരു പച്ചയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കണം നമ്മൾ. സവാളയൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് വാടട്ടെ, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമ്മളിതാ ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുക കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ആ കോഴിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനില്ലേ, അതെല്ലാം മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഓൾറെഡി ഞാൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ഇതിപ്പോൾ എപ്പോഴൊന്നും ചില്ലി ചിക്കനൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്കത്ര താല്പര്യമുള്ള സംഭവമല്ല ഇത്, ചില്ലി ചിക്കനും പൊറോട്ടയെന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കുന്നതാണ്. എനിക്കത്ര ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലേ, അപ്പം നമ്മളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എനിക്കിതിന് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിത് ഉണ്ടാക്കിയാലും ചിലപ്പോൾ ചോറാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ കലക്കിയത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഈ കോൺഫ്ലവർ എന്തിനാണ് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേവി ചെറിയൊരു എന്താ പറയുക ഗ്ലേസിങ്ങോടുകൂടി കിട്ടാനും പിന്നെ നല്ല ഒരു കുഴഞ്ഞൊരു ടെക്സ്ചർ വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഈ കോൺഫ്ലവർ ഇല്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ഇങ്ങനെ കലക്കി ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മളിത് ഒന്നും കൂടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം സെറ്റാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവം, നമുക്കധികം പണികളൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോഴത്തേക്ക് നമ്മളുടെ പൊറോട്ടയുടെ മാവൊക്കെ അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ചുറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല, കൈവച്ച് പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കുക. ചൂടോടുകൂടി തന്നെ എണ്ണ തൂത്ത് ചുട്ടെടുത്തിട്ട് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. പൊറോട്ട വളരെ ഈസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ല പണിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ സെറ്റായിട്ട് കണ്ടില്ലേ, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അജിനോമോട്ടോ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അജിനോമോട്ടോ ചേർക്കുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് കേട്ടോ. അജിനോമോട്ടോയ്ക്ക് പകരമാണ് നമ്മൾ ഈ വെളുത്തുള്ളി നല്ല രീതിയിൽ ചേർത്താൽ മതി. ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവർ ടേസ്റ്റൊക്കെ കൂടാൻ എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ സംഭവം എല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ ചുറ്റിച്ച് വെച്ചിരുന്നത്, കൈവച്ച് ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കരുത്, ഒരു ചെറിയൊരു കനം വേണം കേട്ടോ. ചെറിയൊരു പൊടി എന്തുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് കളയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൈവച്ച് എണ്ണ നല്ല രീതിയിൽ വേണം. ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി അല്ല പൊറോട്ട, എങ്കിൽ തന്നെയും നമുക്ക് വല്ലപ്പോഴൊക്കെ ആവാം, ഡെയിലി ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല ഇത് കേട്ടോ. നല്ല രീതിയിൽ എണ്ണ വേണം, നല്ല രീതിയിൽ. റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ എന്ത് വേണേലും എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ ചട്ടിയിലിട്ട് വേവിച്ച് ചുട്ടെടുക്കാം. അത്രയേ ഉള്ളൂ, സംഭവം ഈസി. പിന്നെ ആ ചൂടോടുകൂടി തന്നെ കണ്ടില്ലേ ലെയറൊക്കെ വിട്ട് തന്നെ വന്നോളും കേട്ടോ. ഒന്നും വിഷമിക്കേണ്ട. ഇതിങ്ങനെ ചുടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്താ ലെയർ മാറുന്നില്ലല്ലോ. പക്ഷേ ഇത് 2-3 ചുട്ടതിന് ശേഷം നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളേ. അല്ലെങ്കിൽ ഇത് ഒരു തന്നെ വെച്ച് നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു 3-4 ചുട്ടത് എടുത്തിട്ട് ഞാൻ അടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ലെയറൊക്കെ വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട. എന്തുകൊണ്ടും സോഫ്റ്റ് ആയിരിക്കും, സോഡാപ്പൊടി ചേർത്തതുകൊണ്ട്. സോഡാപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഇവിടെ തണുപ്പായത് കാരണം മാവ് കുതിരാനൊക്കെ സമയമെടുക്കും. പിന്നെ അതുമല്ല ഈ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക, ഈ സൈഡ് വെച്ച് കൈയുടെ സൈഡ് വെച്ച് വേണം ഇങ്ങനെ അടിച്ചു കൊടുക്കാനേ. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ സമയമുണ്ടെങ്കിൽ രാവിലെ തന്നെ കുതിർത്തൊക്കെ വെക്കുക.
തണുപ്പ് സമയത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുടുമ്പോൾ തന്നെ നല്ല ചൂടാണ്, നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. അല്പം ചൂടൊക്കെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സുഖമല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെയറാക്കി ഇതേ ഞാൻ കാണിച്ചതേ കണ്ടില്ലേ, നല്ല ലെയറായിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അളവൊക്കെ നിങ്ങളിപ്പോൾ ആളുടെ വീട്ടുകാരുടെ എണ്ണമൊക്കെ അനുസരിച്ച് നമ്മൾ കൂടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഇതൊരു 3/4 കിലോളം ഉണ്ടായിരുന്നു മൈദപ്പൊടി. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊറോട്ടകളെല്ലാം. 16-17 പൊറോട്ടകളോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ ചില്ലി ചിക്കനുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പൊറോട്ടയുടെയും ചില്ലി ചിക്കൻ്റെയും കോംബോ ഒന്നും ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഒരു രീതി അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നവരുണ്ട് എങ്കിൽ അറിയാവുന്നവരുണ്ട് എന്നല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ പൊറോട്ടയൊക്കെ അടിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടൊക്കെ ആണോ, ഈ ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ടി കുറച്ച് പരത്തി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.